ഐക്യമൊന്നുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്ത് എക്കാലവും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ആയാത്തുകളും ഹദീസുകളും അധികമൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഐക്യപ്പെട്ടോ അന്നെല്ലാം ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ശരീഅത്തിനെതിരിൽ യുദ്ധം നടന്നു. അന്ന് സുപ്രീം കോടതി നമുക്കെതിരിൽ വിധിച്ചു. ഉമ്മത്ത് ഒറ്റ ശബ്ദമായിരുന്നു, മാറ്റിവെച്ചു. NRC-ക്കെതിരിൽ ഇവിടെ നടന്നു. എല്ലാവർക്കും ഒരുപോലെ അതിനെതിരിൽ ശബ്ദമുയർന്നു, ഒരുപോലെ ശബ്ദം ഏകീകരിക്കപ്പെട്ടു. അത് ഫ്രീസറിൽ വെക്കേണ്ടി വന്നു. എന്താണ് ഇന്ന് സാധ്യമാകാതെ പോകുന്നത്? ഇന്നിപ്പോൾ ഒരുമിച്ചിരിക്കണമോ എന്നുള്ള ആലോചനകൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അന്തഃപുരങ്ങളിലെന്ന് നിങ്ങളൊന്നറിയണമെന്ന് ഞാൻ പറയുകയാണ്. ഈ സമൂഹമൊന്നറിയണം. നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്താണ് തടസ്സമെന്ന് ഈ സമുദായത്തിൻ്റെ നേതൃത്വമെന്ന് പറയുന്ന രാഷ്ട്രീയ മത മുഖ്യധാരയോട് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഈ സമുദായം രക്ഷപ്പെടുകയില്ല. അടിവേര് മാന്തും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ. വഖഫിലൂടെ നമ്മുടെ മുഴുവൻ പിടിച്ചെടുക്കാനാ. കണ്ടില്ലേ, UP-യിൽ മുസ്ലിമീങ്ങൾ 5 കോടിയിലേറെയുള്ള UP-യിൽ 60ഓളം പള്ളികളെ ഹോളി ആഘോഷത്തിൻ്റെ ഏതോ പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ഭാഗമായി മറയിട്ട് നിർത്തിയിട്ട് നിങ്ങൾ ജുമ നിസ്കരിക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും ജുമയുള്ളതല്ലേ, ഈ ആഘോഷം ഞങ്ങൾക്ക് വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്ന് പരസ്യമായി പറയാൻ പള്ളികളും മറച്ചു കെട്ടിയിട്ട് ഒരാളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള തൻ്റെ ഇടം അധികാരമുണ്ടെങ്കിൽ കാണിക്കുന്നവരോട് ഒരുമിച്ച് നിന്ന് പറയുകയും പൊരുതുകയും വേണം ഭരണഘടനാപരമായ വഴികളിലൂടെ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഓരോരുത്തരും ഇന്ന് വളരെ പ്രയാസകരമായ സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെവിടെയും നമ്മൾ പ്രയാസത്തിലാണെന്ന്. ഒരിടത്തല്ല, എവിടെയും പ്രയാസത്തിലാണ്. ഈ വസ്തുതയെ വളരെ കൃത്യമായ നിലയിൽ അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടണമെന്ന്. പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നമുക്കിടയിലുള്ള അനൈക്യമാണ് എന്ന് നമ്മളെല്ലാവരും പറയും. അത് പറയാത്ത ആരുമില്ല. മുസ്ലിം സമൂഹത്തിൻ്റെ അനൈക്യമാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണമെന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷെ ഐക്യപ്പെടേണ്ട ആദ്യത്തെ അവസരം ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന വിധം അനൈക്യപ്പെടും. ഓരോ വ്യക്തിയും തൻ്റേതായ പങ്ക് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഐക്യത്തിന് വേണ്ടിയല്ല അനൈക്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരായി നമ്മൾ ഓരോ ദിവസവും മാറുകയാണ്. അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ യോജിപ്പിലും നമ്മുടെ ഐക്യത്തിലും നമ്മുടെ ഐകമത്യത്തിലുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് എന്ന് കഴിയുന്നുവോ അന്നുവരെയും നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ എന്നല്ല, ഇതിനേക്കാൾ രൂക്ഷമായി തുടരും എന്ന് നാം ഓർത്തുകൊള്ളണം. അള്ളാഹുവിനൊരു പരിപാടിയുണ്ട് ഈ ലോകത്ത്. അവൻ വിചാരിച്ച കാര്യങ്ങളെ അവൻ നടപ്പാക്കുന്നതിന് അവൻ ലോകത്ത് പണ്ടേ നടപ്പാക്കിയ പദ്ധതികളാണ്. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബിൽ, സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബിൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹു ഈ ലോകത്ത് പണ്ടേ നടപ്പാക്കിയ അള്ളാഹുവിൻ്റെ നടപടിക്രമം സുന്നത്തല്ലാഹ് അല്ലത്തി ഖദ് ഖലത് മിൻ ഖബിൽ, മുമ്പെല്ലാം അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളായി ഈ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു നയമുണ്ട്. ഫലൻ തജിദ് ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ ആ നടപടിക്രമത്തിന് അള്ളാഹു ഒരു കാലത്തും ഒരു മാറ്റവും വരുത്തുകയില്ല. നമ്മൾ നിലവിളിച്ചതുകൊണ്ടൊന്നും അള്ളാഹു അവൻ്റെ പ്രകൃതി നിയമത്തിന്, ഈ ലോകത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന പ്രകൃതി വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു മാറ്റവും വരുത്തുകയില്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. മാറ്റം നിങ്ങൾ കാണുകയില്ല അള്ളാഹുടെ സുന്നത്തിന്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിൻ്റെ ഈ സുന്നത്ത് നടപടിക്രമത്തിന് ഒരു വ്യത്യസ്തമായ ഒരു പരിണാമവും ഒരട്ടിമറിയും നിങ്ങൾക്ക് കാണാനാവില്ലെന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ് അള്ളാഹ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് തരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹു നമുക്ക് നന്മ വരുത്താനും തിന്മ വരുത്താനും അള്ളാഹു താല പണ്ടേ വെച്ച ഒരു സുന്നത്തുണ്ട്. ഇവിടെ 3 അള്ളാഹു സുന്നത്തല്ലാ 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 എന്ന് പറഞ്ഞത്. നമുക്ക് സുന്നത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അള്ളാഹുടെ സുന്നത്ത് തന്നെയാണ്. സുന്നത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ളതല്ല. സുന്നത്തല്ലാ, അള്ളാഹുടെ സുന്നത്ത് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു പറയുന്നു, സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. എത്ര വട്ടം പറഞ്ഞു അള്ളാഹു? 3 വട്ടമാണ്. അള്ളാഹുടെ ഒരു നടപടി ഉണ്ട് ഇവിടെ. അതിനെ അട്ടിമറിച്ച്, അതിനെ മറികടന്നുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഗുണം വരുത്തി കളയാമെന്ന വ്യാമോഹം ഒരിക്കലും ഇസ്ലാമിക ലോകം വെച്ച് പുലർത്തേണ്ടതില്ല. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിലേക്ക് നാം വരിക എന്നുള്ളതല്ലാതെ നമ്മുടെ നടപടിക്രമത്തിലേക്ക് അല്ല വരണമെന്ന് ആരും കരുതണ്ട. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ പോവും, അള്ളാഹുടെ സുന്നത്തൊന്ന് മാറ്റി ഇങ്ങോട്ട് വാ, അതല്ലേ? ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. അതിലൊന്നും ഒരു മാറ്റം അല്ല പ്രതീക്ഷിക്കണ്ട. അള്ളാഹും പ്രതീക്ഷിക്കണ്ട, അള്ളാഹുവിൻ്റെ പ്രവാചകനും പ്രതീക്ഷിക്കണ്ട. അതിലൊരു മാറ്റവും ഞങ്ങൾ വരുത്തില്ല. വരുത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും വരുത്താൻ തയ്യാറുണ്ടോ? ഞാൻ ഒന്നൊന്നും എണ്ണി പറയുന്നൊന്നുമില്ല. ജീവിതത്തിൻ്റെ വൈയക്തിക ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ കുടുംബ മേഖലകളിൽ, ജീവിതത്തിൻ്റെ കച്ചവടം, ഉദ്യോഗം, തൊഴിൽ മേഖലകളിൽ, സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത് അതിനനുകൂലമായി നീങ്ങാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താ? സുന്നത്തല്ലാ. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും നാം ഈ ലോകത്ത് വെച്ച സുന്നത്തല്ലാ എന്ന അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥിതി, അത് പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ്. ലോകത്ത് സൂര്യനുണ്ടെങ്കിലേ നിങ്ങൾക്ക് വെളിച്ചം കിട്ടൂ എന്നുള്ളത് അള്ളാഹുടെ സുന്നത്താ. സൂര്യൻ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വെളിച്ചം തരണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ സൂര്യനെ മാറ്റിയിട്ടൊരു വെളിച്ചം തരാനുള്ള പദ്ധതി അള്ളാഹു ചെയ്യൂല. സൂര്യനിലൂടെ വെളിച്ചം തരികയാണ്. സൂര്യനിലൂടെയല്ല വെളിച്ചം തരുള്ളൂ. വെള്ളത്തിലൂടെയല്ല ദാഹം തീർക്കൂ. ഭക്ഷണത്തിലൂടെയാണ് അള്ളാഹു വിശപ്പ് മാറ്റൂ. നിങ്ങൾ വിവാഹം കഴിച്ച് ഭാര്യയുമായി നിങ്ങൾ ബന്ധം പുലർത്തുന്നതിലൂടെയേ നിങ്ങൾക്ക് മക്കളെ തരൂ. ഇത് സുന്നത്തല്ലയാണ്. അള്ളാഹ് നിനക്ക് കഴിവുണ്ടല്ലോ, ഇതിനൊന്നും ഞാനില്ല, നീ ഇങ്ങ് തന്നേരെ. നോ നോ, അതാ അള്ളാഹ് പറയുന്നത്. സുന്നത്തല്ല, ഇതൊരു പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ് അള്ളാഹുടെ സുന്നത്ത്. ആ പ്രാപഞ്ചിക വ്യവസ്ഥിതിയോട് നാം സമരസപ്പെടുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ സുന്നത്ത് അനുകൂലമാകാൻ ഒരു വഴിയുമില്ല. അതിന് തബ്ദീലില്ല, തഹ്വീലില്ല, അതിന് പരിണാമങ്ങളില്ല, അട്ടിമറികളില്ല, അതിനൊരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് പ്രയാസങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കണ്ണീര് വാർക്കുകയാണ്. മുസ്ലിമായതുകൊണ്ടാണ് നമ്മുടെ പ്രയാസങ്ങളെന്ന് പലപ്പോഴും നാം പറഞ്ഞു പോകാറുണ്ട്. പലരും പറയാറുണ്ട്, നിസ്കരിച്ചിട്ട് എന്താ കാര്യം, നിസ്കരിച്ചിട്ട് കണ്ണീര് വാർത്ത് കരഞ്ഞിട്ട് അള്ളാഹു എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ലല്ലോ, സമൂഹത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പലവട്ടം ആ വിഷയം വിശദീകരിച്ചിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾ ഏത് ഫലസ്തീൻ്റെ കാര്യം പറഞ്ഞാലും, അള്ളാഹു നിങ്ങൾ ഏത് ഇറാഖിൻ്റെ കാര്യം പറഞ്ഞാലും, അള്ളാഹു നിങ്ങൾ ഏത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞാലും, നിങ്ങൾ ഏത് രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞാലും, നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞാലും, നിങ്ങളുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ സുന്നത്ത് അള്ളാഹുടെ സുന്നത്തിനോട് ഒപ്പിക്കാതെ നിങ്ങളുടെ സുന്നത്തിനോട് അള്ളാഹു താല ഒത്തുവരുന്ന പ്രശ്നമില്ല എന്നല്ലേ അള്ളാഹു ആയത്തിൽ പറയുന്നത്? അള്ളാഹുടെ സുന്നത്തിനോട് നമ്മൾ ഒക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം ഏറ്റവും കൂടുതൽ പകച്ചുപോയ കാലങ്ങൾ കടന്നുപോയി. ലോകം നമ്മൾ ഈ കാണുന്നതാണ് ലോകത്ത്, ഇസ്ലാമിക ലോകത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലമെന്ന് ആരും കരുതണ്ട. ഇതിനേക്കാളെല്ലാം വലിയൊരു അപകടസ്ഥിതികളെ, എത്രയോ അപകടഘട്ടങ്ങളെ ഈ ഇസ്ലാം തരണം ചെയ്തു പോയതാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ പ്രതിസന്ധി ഘട്ടം ഇസ്ലാമിക ലോകം അഭിമുഖീകരിച്ചത് ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഒരു വലിയ ഭീകരനായ ഭരണാധികാരി ഇസ്ലാമിക ലോകത്തിന് നേരെ നടത്തിയ നിഷ്ഠൂരമായ പടയോട്ടത്തിൻ്റെ, പിടിച്ചടക്കലിൻ്റെ, വളരെ ക്രൂരമായ രക്തച്ചൊരിച്ചലിൻ്റെയും തന്നെ എതിർക്കാൻ ലോകത്തൊരു ഇസ്ലാമിക ശക്തിയുമില്ലാത്ത ഇസ്ലാമിക ലോകങ്ങൾ അവിടെയുണ്ട്.
ഇസ്ലാമിക ഭരണകർത്താക്കളും അവിടെയുണ്ട്. ഇന്നത്തെ പോലെ മുസ്ലിമീങ്ങൾക്ക് രാജ്യമുണ്ട്. ഇന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് ലോകത്ത് പേരുക പറഞ്ഞാൽ പരിചയമുള്ള ഭരണാധികാരികളുമുണ്ട്. പക്ഷെ ആർക്കും എതിർക്കാനാവാത്ത വിധത്തിൽ ഇസ്ലാമിന് നേരെയുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കാനാകാത്ത പതറി നിൽക്കുന്ന ആധുനിക ഭരണകൂടങ്ങളെപ്പോലെ അന്നും ഇസ്ലാമിൻ്റെ ഈറ്റില്ലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അധികാരികളും ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും എതിർക്കാനാവാത്ത വിധത്തിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും കോട്ടകളും സന്നാഹങ്ങളും തകർന്നടിഞ്ഞ് കടന്നുപോയ ഒരു താർത്താരി പടയോട്ടത്തിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോൾ ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്, അതിനെ പറയാൻ പോലും അവർ ഭയക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നകാലം സാമ്രാജ്യത്വം ലോകം കീഴടക്കിയ ഈ കാലമല്ല, ലോകമഹായുദ്ധങ്ങളുടെ കാലമല്ല. ഇസ്ലാമിക ലോകം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലം താർത്താരികളുടേതാണ്. ചരിത്രകാരന്മാർ അതിനെ പറയാൻ പോലും മടിച്ചു. മുസ്ലിം ചരിത്രകാരന്മാർക്ക് അതൊന്ന് പരാമർശിക്കാൻ പോലും ഇഷ്ടമല്ലാതായി. അറിയപ്പെട്ട ചരിത്രകാരൻ ഇബ്നു അസീർ റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാ, വഹുവ ഷാഹിദു ഇയാനിൻ ലിബഅദി അഹ്ദാസിഹാ, ആ സംഭവങ്ങളിൽ ചിലതിന് നേർക്കുനേരെ സാക്ഷിയായ ലോകപ്രശസ്തനായ ചരിത്രകാരൻ. പക്ഷേ ഇസ്തമറ ഇദ്ദത്തു സിനീന മുഅരിളൻ അൻ ദിക്രി ഹാദിഹിൽ ഹാദിസത്തി ഇസ്തിഅലാമൻ ലഹാ, അതിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കാതെ അദ്ദേഹത്തിൻ്റെ തൂലികകൾ ചരിത്രത്തിന് വേണ്ടി ഒഴുകുന്ന തൂലിക ഈ താർത്താരികളുടെ പടയോട്ടത്തിൻ്റെ ഭീകരകാലത്തെക്കുറിച്ച് പരാമർശിക്കാനും എഴുതി വയ്ക്കാനും ഭയന്നും മടിച്ചും വർഷങ്ങളോളം കടന്നുപോയി. കാര്യഹല്ലി ദിക്രിഹാവഹുവയക്കൂൽ, അത് പരാമർശിക്കാനുള്ള വെറും അനിഷ്ടം കൊണ്ട് അദ്ദേഹം അതിന് ന്യായം പറഞ്ഞത്, ഫമനില്ലദി യസ്ഹലു അലൈഹി അൻ യക്തുബ നഅയൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ആർക്കാണ് മുസ്ലിമീങ്ങളുടെ വിലാപകാവ്യം എഴുതാൻ മാത്രം മനസ്സ് പാകപ്പെടുന്നത്? മുസ്ലിമീങ്ങളുടെ വിലാപകാവ്യം എഴുതാൻ ഏതൊരു മുസ്ലിമിനാണ് മനസ്സുള്ളത്? ഇതിനുള്ളതാണോ പറഞ്ഞ കാര്യത്തിനല്ലല്ലോ. ആർക്കാണ് മുസ്ലിമീങ്ങളുടെ വിലാപം എഴുതാൻ കൊതി? എഴുതിയാൽ വിലാപം മാത്രം. ഒമനില്ലദി യഹൂനു അലൈഹി ദിക്റു ദാലിക, അത് പറയുന്നത് ആർക്കാണ് അത്ര അനായാസമാവുക? ഫയാ ലൈത ഉമ്മീ ലം തലിദിനി, എൻ്റെ ഉമ്മ അന്ന് എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വയാ ലൈതനി മുത്തു ഖബല ഹാദാ, അല്ലെങ്കിൽ അതിനു മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. ഔ കുന്തു നസിയം മനസിയ, എൻ്റെ ഓർമ്മകൾ പോലും നാമാവശേഷമായി പോയിരുന്നെങ്കിൽ എന്നേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഫലോ ഖാല ഖായിലുൻ, ഒരാൾ പറഞ്ഞാൽ, ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹ് സുബ്ഹാനഹു വ തആല ആദമനെ അള്ളാഹു പടച്ചത് മുതൽ ലോകം വയിലല്ലാൻ ഇന്നോളം, മിൻ ആദം മുതൽ ഈദം വരെ, ഇക്കാലം വരെ, ഇലല്ലാൻ ലം യുബ്തലൂ ബിമിസ്ലിഹാ, അതുപോലൊരു പരീക്ഷണത്തിന് ഇസ്ലാമിക ലോകം വിധേയമായിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ ലക്കാന സാദിഖ, അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാലഘട്ടത്തെ അദ്ദേഹം വർണ്ണിക്കുന്നത്. അത്ര ഭീകരമായ ഒരു കാലം. ഗസയിലോ ഇസ്രയേലിലോ ഫാസിസ്റ്റുകൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കാണിക്കുന്ന ക്രൂരതയൊന്നും അതിൻ്റെ 7 അയലത്തെത്തുകയില്ല. അത്രയും ക്രൂരമായിരുന്നു. മഹാനായ ചരിത്രകാരൻ ഇബ്നു കസീർ പറഞ്ഞത്, ഫഖതലൂ മിൻ അഹ്ലിഹാ ഖൽഖൻ ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെത്ര അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊന്നുകളഞ്ഞു എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. വഅസറു ദുർരിയത വന്നിസാ, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാം അവർ തടവിൽ പിടിച്ചു. ബലാത്സംഗങ്ങൾക്കും മാനഭംഗങ്ങൾക്കും അവരുടെ കുടുംബാദികൾക്ക് മുമ്പിലിട്ട് വിധേയമാക്കി. ഇസ്ലാമിക ലോകത്തേക്ക് പാഞ്ഞു കയറിയാണെന്ന് ഓർക്കണം. അവരുടെ കുടുംബങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയത്. ഫമിനൽ മുസ്ലിമീന മൻ ഖാതല ദൂന ഹരീമിഹി ഹത്താ ഖുതിൽ, തൻ്റെ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരുടെ അഭിമാനത്തിന് വേണ്ടി പൊരുതി മരിച്ചവർ അക്കൂട്ടത്തിലുണ്ട്. വകസുറൽ ബുക്കാഉ വല്ലജീജു ബിൽ ബലദി മിനൻ നിസാഇ വൽ അത്ഫാലി വർ-റിജാൽ, സ്ത്രീകളുടെയും വൃദ്ധന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടക്കരച്ചിൽ ഇസ്ലാമിക നാടുകളിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ثم أشعلت التتار النار في ദുവരി ബുഖാറ, ബുഖാറയുടെ മണ്ണിൽ ഭവനങ്ങളിലേക്ക് അവർ തീ ആളി കത്തിച്ചു. ഹത്താ സാറത്ത് ഖാവിയത്തൻ അലാ ഉറൂഷിഹ,
അങ്ങനെ അവരുടെ ഭവനങ്ങൾ നാം കണ്ടല്ലോ. ലോസ് ഏഞ്ചലസിൻ്റെ മണ്ണിൽ തീ വിഴുങ്ങിയിട്ട ആ ഭവനങ്ങൾ മണ്ണടിഞ്ഞു കിടക്കുന്ന മേൽപ്പുരകളോടുകൂടി വീണടിഞ്ഞു കിടക്കുന്നത് പോലെ അവിടെയെല്ലാം തകർന്നടിഞ്ഞു കിടന്നു. തത്താർ അസർബൈജാൻ അർമീനിയ ജോർജിയ ബിലാഹവാദത്യം വറാഹമ. ഒരിറ്റ് കരുണയില്ലാതെ ദാക്ഷിണ്യമില്ലാതെ അസർബൈജാനിലേക്ക്, അർമീനിയയിലേക്ക്, ജോർജിയയിലേക്ക്, മാവറ നഹറിലേക്കെല്ലാം, ജയ്ഹു നദിയുടെ പിൻഭാഗത്തുള്ള മുഴുവൻ മേഖലകളിലേക്കും, തുർക്ക്മെനിസ്ഥാനിലേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്ക്, കസാക്കിസ്ഥാനിലേക്കെല്ലാം അവർ പാഞ്ഞു കയറി. ഇസ്ലാമിക ലോകത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ അതിനുശേഷം അവർ പിന്നെ ബഗ്ദാദ് ലക്ഷ്യമാക്കി പാഞ്ഞു. മധ്യേഷ്യയും അതുപോലെ തന്നെ മാവറ നെഹ്റും എല്ലാം കീഴ്പ്പെടുത്തി. ഇസ്ലാമിക ലോകത്തിൻ്റെ 2 ശക്തി കേന്ദ്രങ്ങളാണത്. ഇന്നും അന്നും എന്നും ഇസ്ലാമിക ലോകത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിയ ഒരു ഇസ്ലാം വിരുദ്ധ ശക്തിയെക്കുറിച്ചാണ് ചെങ്കിസ് ഖാൻ്റെ പടയോട്ടമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അഫ്ഗാനും ഉസ്ബക്കും തുർക്ക്മെനിസ്ഥാനും തജിക്കിസ്ഥാനും ഇറാൻ്റെയൊക്കെ ഭാഗങ്ങളുമെല്ലാം അവരുടെ കീഴിലായി. അങ്ങനെയാണ് പിന്നെ ബഗ്ദാദ് കീഴടക്കി. ലോകത്തൊരെതിർപ്പുമില്ലാതെ അവർ മുന്നേറിയത്. മുഴുവൻ പേരും കീഴടങ്ങി. കീഴടങ്ങാൻ മാത്രം അറിയുന്ന ഒരു ജനതയായി അക്കാലത്തെ ഇസ്ലാമിക ലോകം മാറിയിട്ടുണ്ടായിരുന്നു. കീഴടങ്ങുക എന്നത് നമ്മുടെ ഒരലങ്കാരമായി മാറിയ ആധുനിക മുസ്ലിം ലോകം. വെളിവില്ലാ പുള്ളി തെറി പറഞ്ഞാൽ അവൻ്റെ കാല് പിടിക്കാൻ അരമനയിൽ പോകുന്ന നേതാക്കൾ. വെളിവില്ലാ പുള്ളി അല്ലേ? ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ഭീകരന്മാരാണെന്ന്, അവിടെയുള്ള എൻ്റെ ജനത അടിമകളാണെന്നൊക്കെ പറയുമ്പോൾ അവനെ സുഖിപ്പിക്കാൻ വേണ്ടി, കാല് പിടിക്കാൻ വേണ്ടി അവൻ്റെ അരമന നിറങ്ങുന്ന നേതാക്കൾ, കീഴടങ്ങാൻ മാത്രം അറിയുന്ന നേതാക്കന്മാരും അണികളുമായി ആ സമൂഹം മാറിയിട്ടുണ്ടായിരുന്നു. പ്രതിഷേധം എന്തെന്നറിയാതെ എന്ന് പറഞ്ഞാൽ താർത്താരികളുടെ വാളിനെ കഴുത്ത് നീട്ടിക്കൊടുക്കുക മാത്രമാണ് തങ്ങളുടെ ജോലി എന്ന് കരുതിയ ഒരു ജനത ഇന്ന് നാം കരുതും പോലെ പ്രതിഷേധിക്കാൻ പോലും പാടില്ല, ഉറക്കെ ഒരു ശബ്ദമുയർത്താൻ പാടില്ല, ഒന്നിച്ച് പ്രതികരിക്കാൻ പാടില്ല, ഒന്നിക്കരുത് എന്ന് അലമുറയിടുന്ന ആൾക്കൂട്ടവും നേതാക്കന്മാരുമായി അന്ന് ഇസ്ലാമിക ലോകം മാറിയിട്ടുണ്ടായിരുന്നു. എവിടെ വരെ അവരുടെ ഭീരുത്വം എവിടെ എത്തി? അന്ത്യനാളിൻ്റെ അടയാളമായി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിടത്തേക്ക് നോക്കൂ. വലായത്ത ജാസറു അഹദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനും ധൈര്യമുണ്ടായിരുന്നില്ല നഹ്വൽ ഫാരിസ്, തങ്ങളെ കൊല്ലാൻ വരുന്ന ഒരു യോദ്ധാവിൻ്റെ നേരെ കൈയൊന്ന് നീട്ടാൻ. കൊല്ലാൻ വരുന്ന ഒരു യോദ്ധാവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൈ നീട്ടാൻ പോലും ധൈര്യമില്ലാത്തവരായി മുസ്ലിം ലോകം മാറിപ്പോയിരുന്നു. ഇന്ന് നാം എവിടെയാണെന്ന് ആലോചിക്കണം. ജീവിക്കാനുള്ള അടങ്ങാത്ത ആർത്തിയാകും അന്ത്യനാളിൻ്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ? നിങ്ങളെ ഭീരുത്വം വാഹിനി കീഴ്പ്പെടുത്തുന്ന ഒരു കാലത്ത് നിങ്ങൾ എണ്ണത്തിലേറെ ഉണ്ടായാലും ലോകത്ത് നിങ്ങൾക്കൊരു അഡ്രസ്സും അന്തസ്സും ഉണ്ടാവുകയില്ലെന്ന് പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ ഒരുപാട് കേട്ട ഹദീസാണ്. അസാജിദുഹും ആമിറ, അവന്മാരുടെ പള്ളി എന്ന് വലിയ ഗംഭീര പള്ളിയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ ഹദീസ്. ഉലമാഉഹും ശർറു മൻ തഹതി അദീമി സമാ, അവന്മാരുടെ പണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അല്ല, അവന്മാരുടെ പണ്ഡിതന്മാർ ഭൂമിയിലെ ഏറ്റവും വിഷജന്തുക്കളായിരിക്കും എന്ന് പറഞ്ഞ ഹദീസ് സുപ്രസിദ്ധമായ ഹദീസാണ്. ഇന്നങ്ങനെയല്ലേ? ഞാനത് അധികം പറയുന്നില്ല. എന്തായിരുന്നു അവർ ചെയ്തതെന്നറിയുമോ? അന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയോ ആക്രമിക്കാൻ വേണ്ടിയോ കൈനീട്ടാൻ ധൈര്യമില്ലാത്ത ഒരു ജനത. ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ഒരു താത്താരി പിടിച്ചാൽ കൊല്ലാൻ ആയുധം കയ്യിലില്ല, പക്ഷെ മുസ്ലിമാണല്ലോ, കൊല്ലാനുള്ളവനാണല്ലോ എന്ന് വിചാരിച്ച് അവനെ പിടിച്ചാൽ, ഇന്ന് ഇന്ത്യ നടക്കുന്ന പോലെ പലയിടത്തും അവനെ പിടിച്ചാൽ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ട് അവനോട് പറയും തല മണ്ണിൽ താഴ്ത്തി വെച്ച് അടങ്ങിക്കിടന്നോണം, ചലിക്കരുതെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ കിടത്തിയിട്ട് പോകും. അവൻ തല മണ്ണിൽ താഴ്ത്തി വെച്ച് കിടക്കും. തത്തിരി അവനെ അവിടെ കിടത്തിയിട്ട് പോകും, താത്താരി. സൈഫൻ എന്നിട്ട് വാളുമായി അവൻ വരും. അവൻ കൊല്ലാൻ വേണ്ടി കാത്തു കിടക്കും, എന്നിട്ട് അവൻ്റെ വാളിനിരയായി അവൻ ചത്തുപോകും. ഇതായിരുന്നു അവസ്ഥ. വ്യത്യസ്തമൊന്നുമല്ല ഇന്നും നമ്മൾ. അനങ്ങരുത്, അവിടെ കിടന്നോണമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റൊന്ന് ഓടാൻ പോലും ധൈര്യമില്ലാത്ത വർഗമായി, പ്രതിരോധമോ പ്രതിഷേധമോ എന്തെന്നറിയാത്ത ഒരു വർഗമായി, ഈമാനികമായ ഊർജം ചോർന്നു പോയ ഒരു വർഗമായി
അങ്ങനെ വരുമെന്ന. അവിടെയാണ് അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞത്. ഇത്രയും ഭീകരമായ ഒരു ദുരവസ്ഥയെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ എത്രയാണ് കൊല്ലപ്പെട്ടതെന്നൊക്കെ അതിൻ്റെ എണ്ണവും അളവും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 40 ദിവസം കൊല്ലൽ മാത്രമായി താത്താരി സേന, ഒരു വലിയ സൈന്യം കൊല്ലുക മാത്രം 40 ദിവസം ബഗ്ദാദിലും മറ്റും കൊല മാത്രമായി നടത്തി. മില്യൺ കണക്കിനാളുകളെയാണ്, മില്യൺ, ഇന്നത്ര ജനസംഖ്യയില്ലെന്ന് ഓർക്കണം. 70 കൊല്ലം മുമ്പ്, ഇന്ന് 135 കോടി 45 കോടി ജനം ഇന്ത്യയിലുണ്ടെങ്കിൽ 70 കൊല്ലം മുമ്പ് ആകെ 40 കോടിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേതിൻ്റെ 4/1 ഉള്ളൂ. അത്രമാത്രം ജനസംഖ്യ പിന്നിലുള്ള ഒരു കാലത്താണ്. ഇന്നത്തെ മില്യൺ അല്ല, അന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ മില്യൺ കണക്കിന് ആളുകളെ കൊന്നു തീർത്താണ് അവരുടെ പടയോട്ടം അവസാനിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, പക്ഷെ അവരെ തന്നെ അള്ളാഹു ഇസ്ലാമിക ലോകത്തിന് അള്ളാഹു തആല ആ നിലയിൽ തകർത്ത് തരിപ്പണമാക്കപ്പെട്ട ഖബർസ്ഥാനുകളിൽ അഭയം കണ്ടെത്തിയവരല്ലാതെ അന്ന് രക്ഷപ്പെട്ടവരാരുമില്ല എന്ന് പറയപ്പെടുന്ന അത്ഭുതകരമായ ആ ദുരന്ത കാലഘട്ടത്തെ പോലും അതിജീവിച്ച് മുന്നേറിയ ഒരു സമുദായത്തിന് ഇസ്ലാമിൻ്റെ തകർച്ചയെക്കുറിച്ചൊന്നും ഒരാശങ്കയുമില്ല. ചരിത്രം എന്തിനാണ്? ഇതിനാണ് ചരിത്രം അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. പക്ഷേ ആ താത്താരി സമൂഹം തന്നെ ഇസ്ലാം വിശ്വസിച്ച് അവർ ബഗ്ദാദിൻ്റെ ലൈബ്രറി, ലോകത്തെ ഏറ്റവും വലിയ അന്നത്തെ ലൈബ്രറിയെ തകർത്ത് തരിപ്പണമാക്കി. അവരത് കൊണ്ടുപോയി ദിജ്ല നദിയിൽ അഥവാ ടൈഗ്രീസ് നദിയിൽ കൊണ്ടുപോയി ആ ഗ്രന്ഥങ്ങളെല്ലാം ഒഴുക്കിയപ്പോൾ അന്ന് ടൈഗ്രീസ് നദി അതിലെ മഷി ഒഴുകി, ഇന്നത്തെ പോലെ മഷിയല്ല, അന്നത്തെ മഷി ഒഴുകിയിട്ട് ദിജ്ല കറുത്തൊഴുകി എന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന മഹാദുരന്തത്തിന് വിധേയമായ അവിടെ നിന്നാണ് ഈ ഇസ്ലാമിക ലോകം ഇന്ന് അധികാരത്തിൻ്റെ വാളിൻ്റെ ആറ്റം ബോംബിൻ്റെ ഒന്നും പിന്തുണയില്ലാതെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജനശക്തിയായി വിശ്വാസശക്തിയായും ഇന്ന് ലോകത്തെത്തി നിൽക്കുന്നതെങ്കിൽ ഈ ഇസ്ലാമിനെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ അള്ളാഹു നൽകിയ ഒരു മഹാപുരുഷൻ്റെ പേരാണ് മഹാനായ സൈഫുദ്ദീനുൽ ഖുദ്ദുസ് എന്ന് പറയപ്പെടുന്ന മഹാനവറുകൾ. ലോകത്താർക്കും തോൽപ്പിക്കാനാവാത്ത താർത്താരികളെ ഫലസ്തീനിലെ ഐനു ജാലൂത്തിൽ വെച്ച് ഒരു റമദാൻ 25 വെള്ളിയാഴ്ച തുരത്തി ഇസ്ലാമിക ലോകത്തെ തിരിച്ചു പിടിച്ചു സൈഫുദ്ദീനുൽ ഖുദ്ദുസ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അസാധ്യമായി ഒന്നുമില്ല ഇസ്ലാമിൻ്റെ മുമ്പിൽ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം കാട്ടിത്തരികയുണ്ടായി. അപ്പോൾ ചരിത്രത്തെ നാം മറികടക്കുക എന്നത് നാം അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് മാത്രമാണ്. ആർജവമുള്ള ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണം. എന്തായിരുന്നു സൈഫുദ്ദീനുൽ ഖുദ്ദുസ് ഐൻ ജാലൂത്തിൽ വെച്ച് താർത്താരിപ്പടയെ പരാജയപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകാൻ അദ്ദേഹം അതിനെ ആയുധമാക്കിയത് ഐക്യം ഒരൊറ്റ ആയുധമായിരുന്നു. ഐക്യമെന്ന ഒരേ ഒരായുധം. അതിനുവേണ്ടി അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവിനോട് പോലും കൈകോർക്കാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഇന്നി മാ ഖസത്തു ഇല്ലാ നജ്തമി അലാ ഖിതാലി തത്താർ, ഞാൻ താത്താരികളോട് പൊരുതാൻ വേണ്ടി മാത്രമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, എനിക്ക് അധികാരം വേണ്ട. വലാ യഅതി ദാലിക ബിഗൈരി മിൽക്ക്, അധികാരമില്ലാതെ നമുക്കത് സാധ്യമല്ല. ഫൈദാ അഖ്റജ്നാ വകസർനാ ഹാദൽ അദുവി, ശത്രുവിനെ ഈ രാജ്യത്തു നിന്ന് തുരത്തിയാൽ ഫൽ അംറു ലക്കും, അധികാരം നിങ്ങളുടെ കയ്യിലാണ്. ഫി സൽതനതി മാഷിത്തും, അധികാരം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ വിനിയോഗിച്ചോളൂ, എനിക്ക് അധികാരം വേണ്ട എന്ന് ഉദ്ദേശശുദ്ധിയോടെ ഉറച്ചു പ്രഖ്യാപിച്ച മഹാനായ സൈഫുദ്ദീൻ തർത്താരികളെ തോൽപ്പിച്ച് ഇസ്ലാമിക ലോകത്തെ വീണ്ടെടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഐക്യമാണ് ഇസ്ലാമിക ലോകത്തിന് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഹലബിലെ അബ്ബാസി ഭരണാധികാരിയോട് ശത്രുവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ നേതാവാക്കി അങ്ങ് തിരഞ്ഞെടുക്കുമെങ്കിൽ, സൈനികനാക്കുമെങ്കിൽ അങ്ങേക്ക് സേവനം ചെയ്യാൻ ഞാനുണ്ട്. വൈനുഖ്തൂർത്തു, എനിക്കെതിരിൽ മറ്റാരെയെങ്കിലും സൈനികനാക്കുകയാണെങ്കിൽ ഖദിംതു വമൻ മഈ മിനൽ അസ്കരി നജ്ദത്തല്ലക അലൽ ഖാദിമി, മുന്നണി പോരാളിയായി
താങ്കളോടൊപ്പം എൻ്റെ സൈന്യത്തോടൊപ്പം ഒരു സേവകനായി ഞാനുണ്ടാകും. ഫൈൻ കുന്ത ലാ തഅ്മനു ഹുദൂരി, ഞാൻ വരുന്നതും താങ്കൾ ഭീഷണിയായി കാണുന്നെങ്കിൽ സയ്യർത്തുലക്കൽ അസാക്കിറ സുഹബത്തമൻ തഖ്താറു, ഞാൻ എൻ്റെ സൈന്യത്തെ പറഞ്ഞയക്കാം, ഇഷ്ടമുള്ള ആളുകളോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തോളൂ. ഒരു നേതാവ് ശത്രുവിനെ പ്രതിരോധിക്കുക മാത്രം ലക്ഷ്യമാകുന്ന ഒരു മുഖലിസായ ഒരു നേതാവ് ഉയർന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ലോകത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്തരം സൈഫുദ്ദീന്മാർ ഈ സമുദായത്തിന് ആവശ്യമാണ്. രാഷ്ട്രീയമായ ഐക്യമാണ് വേണ്ടത്, അധികാരമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉലമാക്കളെയും ഉമറാക്കളെയും ഒരുമിച്ച് കൂട്ടി നാം അത്തരത്തിൽ അദ്ദേഹം മുന്നേറിയപ്പോൾ അദ്ദേഹം പിന്നെ അതിനുവേണ്ടി ചെയ്ത സേവനങ്ങൾ നീണ്ട ചരിത്രമാണ്. അതൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എവിടെയാണ്? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിത്തറ മാന്താൻ തീരുമാനിച്ച് നമ്മുടെ വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് വഖഫ് പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വിന്യസിപ്പിച്ച് നിൽക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ ഭീകരന്മാരെയും കൂടെ കൂട്ടുപിടിച്ച് അവർ നമുക്കൊരു ചുക്കും ഉപദ്രവം ചെയ്യാൻ ശേഷിയുള്ളവരല്ല. ഒരു ചുണ്ണാമ്പും ഉപകാരവും ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ട്. അവർ നമുക്ക് ഉപകാരം ചെയ്താലും അനുകൂലിച്ചാലും ഭേദഗതി നടപ്പാക്കും, അവരെതിർത്താലും ഭേദഗതി നടപ്പാക്കും. പിന്നെ എന്തിനാ അവർ നമുക്കെതിരെ നിന്ന് മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. പരസ്യമായി അവർ നമ്മളെ ശത്രുക്കളാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവൻ്റെ കാല് പിടിക്കാൻ നടക്കലല്ല നമ്മുടെ പണി. ശത്രുവാണെങ്കിൽ ശത്രു എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടു കൂടി ഈ സമുദായം ഉയർന്നു നിൽക്കണം. അവനോട് പറയണം, നിന്റെ ആനുകൂല്യമോ പ്രാതികൂല്യമോ ഞങ്ങളെ ഈ കാര്യത്തിൽ രക്ഷിക്കുകയോ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. പോയി പണി നോക്കാൻ പറയേണ്ട സ്ഥാനത്ത് കാല് പിടിക്കാൻ നിരങ്ങാൻ നടക്കുന്ന നേതാക്കന്മാരാണ് നമുക്കുള്ളത്. അതാണ് പ്രശ്നം. ഒരു ക്രിസ്ത്യാനി വിചാരിച്ചാൽ ഇവിടെ വഖഫ് ഭേദഗതി വിചാരം നടപ്പാക്കിയില്ല, അത് നടപ്പാക്കാതിരിക്കാനും കഴിയില്ല. പിന്നെന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? അവരെന്ത് തീരുമാനിച്ചോ അതുമായി അവർ പോകട്ടെ, അവരവരുടെ പാട്ടിന് വിടുക എന്നുള്ളതാണ് അഭിമാനബോധമുള്ള ഒരു സമുദായം ചെയ്യേണ്ടത്. പക്ഷെ കാല് പിടിക്കാൻ നിരങ്ങാൻ. പൂഞ്ചാറ്റിലെ ഒരു ഊളയുണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ? അയാൾ അലമ്പിയാൽ അയാളുടെ വീട് നിരങ്ങാൻ പോകും. സഭാപിതാക്കന്മാർ എന്ന് പറയുന്ന കുറേ ഭീകരന്മാർ നമുക്കെതിരെ സംസാരിച്ച അവൻ്റെ അരമന നിരങ്ങാൻ പോകും. വെളിവില്ല പുള്ളി നമുക്കെതിരെ സംസാരിച്ച അവൻ്റെ അരമന നിരങ്ങാൻ പോകും. ഇതാ നമ്മുടെ പണി അല്ലേ? നന്നായി പറയുന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് പോകാനുണ്ടോ? തൃശ്ശൂരിലെ മഹാനായ ഒരു ബിഷപ്പുണ്ട്, മിലിത്തിയോസ് തിരുമേനി. ഇത് തെമ്മാടിത്തരമാണെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. അദ്ദേഹത്തെ അനുമോദിക്കാൻ പോകാൻ നമ്മുടെ സമുദായത്തിൽ നേതാക്കളില്ല. ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി പറഞ്ഞു, ഇത് വൃത്തികേടാണ് എന്ന് പറയുന്നു ഈ ശത്രുത. അദ്ദേഹത്തെ അനുമോദിക്കാൻ പോകാൻ ഇവിടെ ആളില്ല. പോൾ തേലക്കാടെന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ബിഷപ്പ് പറയുന്നു ഇത് വേണ്ടാധീനമാണ് എന്ന്. പക്ഷെ അദ്ദേഹത്തെ അനുമോദിക്കാൻ പോകാൻ ആളില്ല. തെമ്മാടിത്തരം പറയുന്ന ആത്മീയ ഭീകരന്മാരായ സഭാപിതാക്കന്മാരെ പോയി കണ്ട് കാല് പിടിക്കാൻ നടക്കുന്ന ഈ നേതൃത്വം സത്യത്തിൽ ഇന്ന് ഇതിനെതിരിൽ നമ്മൾ യോജിച്ച് നിന്ന് ഒന്നായി ശബ്ദിക്കണമെന്ന് പറയുമ്പോൾ ഓരോ സംഘടനക്കാരെയും വിളിക്കുമ്പം വടം കെട്ടി വലിച്ചു വേണം ആലോചനാ യോഗത്തിൽ കൊണ്ടുവരാനെന്ന്. കാരണം അവനുണ്ടെങ്കിൽ ഞാനില്ല പോൽ, അവനുണ്ടെങ്കിൽ ഞാനില്ല എന്ന് ഇപ്പോഴും, വേറെ കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ. ഇത്രയും വലിയ ഒറ്റുകാരന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഭൂമിക്ക് കീഴിൽ ഏറ്റവും വൃത്തികെട്ടവന്മാർ അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാരായിരിക്കുമെന്ന് പറഞ്ഞവന്മാർ, ഇവന്മാരുടെ പിന്നിൽ കൂടാതെ ഇവരോട് മാറി നിന്ന് ഉമ്മത്തിൻ്റെ ഐക്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അവനുണ്ടെങ്കിൽ ഞാനില്ലെന്ന് പറയുന്ന നിങ്ങളോടൊപ്പം ഞങ്ങളില്ലെന്ന് ഈ ജനം പറഞ്ഞില്ലെങ്കിൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടില്ല. മര്യാദയ്ക്ക് ഐക്യത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വരണമെന്ന് ഈ ജനം ഇനി പറഞ്ഞില്ലെങ്കിൽ ഇവർ നമ്മളെ നേർവഴിക്ക് നയിക്കില്ല. വല്ലാഹി സത്യം, ഇവർ നമ്മളെ നേരായി നയിക്കില്ല. ഈ നേതാക്കന്മാർ, ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന മുഖ്യധാരയും നമ്മെ നന്നായി നയിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അവർ നമ്മെ നയിക്കണമെങ്കിൽ, നന്നായി നയിക്കണമെങ്കിൽ നമ്മളിനി അവരെ വഴിക്ക് കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഐക്യപ്പെട്ടേ തീരൂ എന്ന് നാം പറയണം. കാരണം ഇപ്പോഴും ആലോചനായോഗത്തിൽ അവനുണ്ടോ ഇവനുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൂടുന്നത്. ഇപ്പോഴും ഈ നിമിഷവും അള്ളാഹു ഈ സമുദായത്തിന് തിരിച്ചറിവ് കൊടുക്കട്ടെ. ഇത് പറയാതെ തരമുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അധിക സഹോദരങ്ങളോട് അധികമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഐക്യമൊന്നുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്ത് എക്കാലവും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ആയാത്തുകളും ഹദീസുകളും അധികമൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഐക്യപ്പെട്ടോ അന്നെല്ലാം ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഇന്ത്യയിൽ ശരീഅത്തിനെതിരിൽ യുദ്ധം നടന്നു. അന്ന് സുപ്രീം കോടതി നമുക്കെതിരിൽ വിധിച്ചു. ഉമ്മത്ത് ഒറ്റ ശബ്ദമായിരുന്നു, മാറ്റിവെച്ചു. NRC-ക്കെതിരിൽ ഇവിടെ നടന്നു. എല്ലാവർക്കും ഒരുപോലെ അതിനെതിരിൽ ശബ്ദമുയർന്നു, ഒരുപോലെ ശബ്ദം ഏകീകരിക്കപ്പെട്ടു. അത് ഫ്രീസറിൽ വെക്കേണ്ടി വന്നു. എന്താണ് ഇന്ന് സാധ്യമാകാതെ പോകുന്നത്? ഇന്നിപ്പോൾ ഒരുമിച്ചിരിക്കണമോ എന്നുള്ള ആലോചനകൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അന്തഃപുരങ്ങളിലെന്ന് നിങ്ങളൊന്ന് അറിയണമെന്ന് ഞാൻ പറയുകയാണ്. ഈ സമൂഹം ഒന്നറിയണം. നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്താണ് തടസ്സമെന്ന് ഈ സമുദായത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ മത മുഖ്യധാരയോട് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഈ സമുദായം രക്ഷപ്പെടുകയില്ല. ഞാനതിൻ്റെ വിശദീകരണങ്ങൾ ഇപ്പോൾ അധികം പറയുന്നില്ല. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ. അതുകൊണ്ട് വളരെ ആസൂത്രിതമാണ്. അവർ നേരത്തെ ഇട്ട പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കിയതൊക്കെ എണ്ണി പറയാൻ നേരമില്ല എനിക്ക്. പറഞ്ഞതെല്ലാം നടപ്പാക്കി. അടിവേര് മാന്തും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ. വഖഫിലൂടെ നമ്മുടെ മുഴുവൻ പിടിച്ചെടുക്കാനാ. കണ്ടില്ലേ, UP-യിൽ മുസ്ലിമീങ്ങൾ 5 കോടിയിലേറെയുള്ള UP-യിൽ 60ഓളം പള്ളികളെ ഹോളി ആഘോഷത്തിൻ്റെ ഏതോ പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ഭാഗമായി മറയിട്ട് നിർത്തിയിട്ട് നിങ്ങൾ ജുമ നിസ്കരിക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും ജുമയുള്ളതല്ലേ, ഈ ആഘോഷം ഞങ്ങൾക്ക് വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്ന് പരസ്യമായി പറയാൻ പള്ളികളും മറച്ചു കെട്ടിയിട്ട് ഒരാളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള തൻ്റെ ഇടം അധികാരമുണ്ടെങ്കിൽ കാണിക്കുന്നവരോട് ഒരുമിച്ച് നിന്ന് പറയുകയും പൊരുതുകയും വേണം ഭരണഘടനാപരമായ വഴികളിലൂടെ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭീരുത്വം കഴുത്ത് വെട്ടാൻ വേണ്ടി വരുന്ന താത്താരിയുടെ മുമ്പിൽ വാളെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്നത് വരെ തല താഴ്ത്തി വെച്ച് കമിഴ്ന്ന് കടന്നു കൊടുത്ത് അവന് വെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്ത ആ ദുരന്തത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് ഈ സമുദായം പോകരുത്. നമുക്ക് മരണം ഒന്നേ ഉള്ളൂ. മരിച്ചാൽ ജീവിതം അവസാനിക്കുകയല്ല, മരിച്ചാൽ തുടങ്ങുന്ന ജീവിതം മിന്നൽ ആഖിറത്ത ലഹിയൽ ഹയവാൻ, പരലോകമാണ് യഥാർത്ഥത്തിൽ ഒരേ ഒരു ജീവിതം. ഇത് ജീവിതമേ അല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ജീവിതത്തെ മുന്നിൽ കണ്ടാൽ ഈ സമുദായം ഇത്തരത്തിൽ അപമാനിതരാവുന്ന പ്രശ്നമില്ല. ആത്മാഭിമാനവും ഐക്യവും ഒന്നുകൊണ്ടല്ലാതെ ഇതിനെ മറികടക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.